കോട്ടയം നഗരത്തെ മുഴുവൻ വിഴുങ്ങിയിരുന്നത് കർക്കിടകത്തിലെ കനത്ത മഴയായിരുന്നു. ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൽ ഓരോ നിമിഷവും നഗരത്തിൻ്റെ മുഖം മാറുന്ന പോലെ തോന്നി. അത്തരമൊരു രാത്രിയിലായിരുന്നു ആ ഫോൺ കോൾ വന്നത്. സർ, മംഗലത്ത് ബംഗ്ലാവിൽ ഒരു കൊലപാതകം, സ്ഥിതി ഗുരുതരം. ഇൻസ്പെക്ടർ ആദിത്യൻ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് പതുക്കെ മേശപ്പുറത്ത് വെച്ചു. അവൻ്റെ കണ്ണുകളിൽ അപ്രതീക്ഷിതമായ ഒരു തിളക്കം. 3 മാസമായി ഒരു വലിയ കേസിനായി കാത്തിരുന്ന അവന് ഇതൊരു അവസരമായിരുന്നു. മംഗലത്ത് ബംഗ്ലാവ്, പഴക്കം ചാർത്തിയ ഭംഗി. ഇടിമിന്നലിൽ അതിൻ്റെ നിഴൽ ഭീകരമായി മാറിയിരുന്നു. പോലീസ് ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ മഴത്തുള്ളികൾ കീറി മുന്നോട്ട് നീങ്ങി. മഞ്ഞ ക്രൈം സീൻ ടേപ്പ് കാറ്റിൽ അടർന്നു വീശി. അകത്ത് ഹാളിൻ്റെ നടുവിൽ കിടന്നിരുന്നത് പ്രശസ്ത വ്യവസായി രഘുനാഥ മേനോൻ്റെ മൃതദേഹം. നെഞ്ചിൽ കുത്തേറ്റ പാട്. രക്തം ഇപ്പോഴും പൂർണ്ണമായി കട്ട പിടിച്ചിരുന്നില്ല. ആരും കണ്ടില്ലേ? ആദിത്യൻ ചോദിച്ചു. സർ, വീട്ടിൽ ഭാര്യയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 പേരും മുകളിലെ മുറിയിലായിരുന്നു. നിലവിളി കേട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ആദിത്യൻ മിണ്ടാതിരുന്നു. മഴയുടെ ശബ്ദം മാത്രം. അവൻ മൃതദേഹത്തിന് സമീപം കുനിഞ്ഞു നിന്നു. രഘുനാഥൻ്റെ കയ്യിൽ എന്തോ കുരുക്കി പിടിച്ചിരിക്കുന്നു. ആദിത്യൻ പതുക്കെ വിരലുകൾ തുറന്നു. ഒരു ചെറു കടലാസ് കഷ്ണം. അതിൽ രക്തത്തിൽ എഴുതിയിരുന്നത് ഒരു വാക്ക് മാത്രം: അവൻ. സർ, ഇതെന്തായിരിക്കും അർത്ഥം? കോൺസ്റ്റബിൾ വിനോദ് ചോദിച്ചു. ഇതൊരു സൂചനയാണ്, ആദിത്യൻ പറഞ്ഞു. പക്ഷേ ആരെയാണിത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ തന്നെ വൈദ്യുതി പോയി. ബംഗ്ലാവ് മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. ഒരു നിമിഷം മുകളിലെ നിലയിൽ നിന്ന് ഒരു വാതിൽ അടഞ്ഞ ശബ്ദം. ആദിത്യൻ്റെ കണ്ണുകൾ വിടർന്നു. വിനോദ്, ആരോ ഇപ്പോഴും അകത്തുണ്ട്. അവൻ ടോർച്ച് തെളിച്ചു പടികൾ കയറാൻ തുടങ്ങി. മഴ, ഇടിമിന്നൽ, ഇരുട്ട്. അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: ഇതൊരു സാധാരണ കൊലപാതകമോ, അല്ലെങ്കിൽ ഏറെ നാളായി ഒരുക്കിയിരുന്ന ഒരു പ്രതികാരമോ? പടിയുടെ മുകളിലെത്തുമ്പോൾ ഒരു മുറിയുടെ വാതിൽ അല്പം തുറന്നു കിടക്കുന്നത് അവൻ കണ്ടു. അകത്ത് നിന്ന് ആരോ ശ്വാസം മുട്ടിക്കരയുന്ന ശബ്ദം. ആദിത്യൻ പതുക്കെ വാതിൽ തള്ളി തുറന്നു. അവൻ കണ്ടത് അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. മുറിയുടെ വാതിൽ പൂർണ്ണമായി തുറന്നപ്പോൾ ആദിത്യൻ്റെ ടോർച്ചിൻ്റെ പ്രകാശം നേരെ വീണത് ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്തായിരുന്നു. രഘുനാഥ മേനോൻ്റെ മകൻ അർജുൻ. അവൻ്റെ കൈകൾ രക്തത്തിൽ മുങ്ങിയിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല സർ, ഞാൻ ചെയ്തിട്ടില്ല, അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ആദിത്യൻ്റെ കണ്ണുകൾ മുറി മുഴുവൻ പരിശോധിച്ചു. ജനൽ തുറന്നു കിടക്കുന്നു. മഴവെള്ളം അകത്തേക്ക് ചീറ്റി വീണ പാടുകൾ നിലത്ത്. തിരശീല കാറ്റിൽ ആഞ്ഞടിക്കുന്നു. നീ താഴെ വന്നപ്പോഴാണ് അച്ഛനെ കണ്ടത് അല്ലേ? അതെ സർ, നിലവിളി കേട്ട് ഞാൻ താഴോട്ടിറങ്ങി. അമ്മയും പിന്നാലെ വന്നു. അമ്മ എവിടെ? അവൾ ഷോക്കിലാണ്, ഡോക്ടർ നോക്കുന്നുണ്ട്. ആദിത്യൻ താഴേക്കിറങ്ങി. ഭാര്യ ദീപ. അവൾ സോഫയിലിരിക്കുന്നു, കണ്ണുകൾ ശൂന്യം. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ആദിത്യൻ ചോദിച്ചു. അവൾ പതുക്കെ തല ഉയർത്തി. അവൻ തിരിച്ചു വന്നു. ആര്? ദീപയുടെ അധരങ്ങൾ വിറച്ചു. രവി. ആ പേര് കേട്ട നിമിഷം ആദിത്യൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ തെളിഞ്ഞു. രവി, രഘുനാഥിൻ്റെ പഴയ ബിസിനസ് പങ്കാളി. 5 വർഷം മുമ്പ് സാമ്പത്തിക തട്ടിപ്പിന് ജയിലിലായ വ്യക്തി. കേസ് നൽകിയതും സാക്ഷി പറഞ്ഞതും രഘുനാഥ് തന്നെയായിരുന്നു. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ആദിത്യൻ കോൺസ്റ്റബിളിനോട് ചോദിച്ചു. സർ, ഇന്നലെ തന്നെ പരോൾ കിട്ടിയതായി റെക്കോർഡുണ്ട്. മഴ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് എത്തിയപ്പോൾ ഒരു പുതിയ ഞെട്ടൽ. സർ, കുത്തേറ്റ ആയുധം വീട്ടിലേതാണ്, കിച്ചണിൽ നിന്നുള്ള കത്തി. ആദിത്യൻ നിശബ്ദമായി ചിന്തിച്ചു. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ സ്വന്തം ആയുധം കൊണ്ടുവരുമായിരുന്നില്ലേ? അവൻ വീണ്ടും മൃതദേഹത്തിനരികിലേക്ക് നടന്നു. രഘുനാഥൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് വീണ്ടും എടുത്തു. അവൻ. ഇത് രവിയെയാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ആരെയെങ്കിലും? അവൻ ഹാളിൻ്റെ കോണിലേക്ക് നടന്നു. മഴവെള്ളത്തിൽ നനഞ്ഞ നിലത്ത് ചെരുപ്പിൻ്റെ പാദമുദ്രകൾ. ഒരു ജോഡി അകത്തേക്ക് വന്ന പാദമുദ്രകൾ. പക്ഷേ പുറത്തേക്ക് പോയത് കാണുന്നില്ല. അതായത് കൊലയാളി ഇപ്പോഴും വീട്ടിനകത്താണോ?
അപ്പോൾ തന്നെ കോൺസ്റ്റബിൾ ഓടിയെത്തി. സാർ, ബംഗ്ലാവിൻ്റെ പിന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നു. പുറത്ത് ഒരു കാർ ടയർ മാർക്കുണ്ട്. ആദിത്യൻ പുറത്തേക്ക് നോക്കി. മഴയിൽ പാത മങ്ങിപ്പോയെങ്കിലും ടയർ പാടുകൾ വ്യക്തമാണ്. ആ കാർ ആരുടേതാണെന്ന് കണ്ടെത്തൂ, അവൻ ഉത്തരവിട്ടു. അതിനിടയിൽ മുകളിൽ നിന്ന് ഒരു നിലവിളി. അർജുൻ വീണ്ടും. ആദിത്യൻ ഓടിക്കയറി. മുറിയിലേക്ക് കയറുമ്പോൾ ജനൽ പൂർണ്ണമായി തുറന്നു കിടക്കുന്നു. തിരശീല പറക്കുന്നു. അർജുൻ വിറച്ച് ഒരു ദിശ ചൂണ്ടി. അവൻ അവിടെ നിന്ന് നോക്കിയിരുന്നു. സർ, ഞാൻ കണ്ടു. അവനിപ്പോഴും പോയിട്ടില്ല. ആദിത്യൻ ജനൽക്കപ്പുറം ഇരുണ്ട തോട്ടത്തിലേക്ക് കൈ ചൂണ്ടി. ഇടിമിന്നൽ ഒന്ന് മിന്നി. ഒരു നിമിഷം വൃക്ഷത്തിൻ്റെ പിന്നിൽ ഒരു നിഴൽ. ഇത് രവിയാണോ, അല്ലെങ്കിൽ ആരോ മറ്റൊരാൾ? സത്യം മഴയിൽ മറഞ്ഞിരിക്കുമ്പോൾ നിഴലുകൾ മാത്രം സംസാരിക്കാൻ തുടങ്ങി. ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൽ ആ നിഴൽ ഒരു നിമിഷം വ്യക്തമായി തെളിഞ്ഞു. പിന്നെ വീണ്ടും ഇരുട്ടിലലിഞ്ഞു. വിനോദ്, പിന്നാമ്പുറത്തെ ചുറ്റിക്കൊള്ളൂ, ആദിത്യൻ പടികൾ ഇറങ്ങിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. പോലീസുകാർ ടോർച്ചുകൾ തെളിച്ച് തോട്ടത്തിലേക്ക് ഓടി. മഴയിൽ മണ്ണ് ചെളിയായി മാറിയിരിക്കുന്നു. വൃക്ഷങ്ങൾക്കിടയിൽ കാറ്റ് ശബ്ദിച്ചു. എന്നാൽ അവിടെ ആരും കണ്ടില്ല. സർ, ആരുമില്ല. പക്ഷേ ഇവിടെ പുതുതായി ചവിട്ടിയ പാടുകളുണ്ട്. ആദിത്യൻ മുട്ടുകുത്തി പാദമുദ്ര പരിശോധിച്ചു. അത് പുരുഷന്റെ ഷൂ ആയിരിക്കണം. വലുപ്പം ഏകദേശം 9 അല്ലെങ്കിൽ 10. പക്ഷെ അതിനു മുകളിൽ മറ്റൊരു പാദമുദ്ര, ചെറുത്. 2 പേർ. അവൻ വീണ്ടും അകത്തേക്ക് കയറി. അർജുൻ ഇപ്പോഴും വിറച്ചു നിൽക്കുന്നു. നീ ഉറപ്പായും ആരെയെങ്കിലും കണ്ടോ? അതെ സർ, അവൻ എന്നെ ഭയം കൊണ്ട് നോക്കി നിന്നു. മുഖം കണ്ടോ? അർജുൻ തലകുലുക്കി. മിന്നൽ പാളുമ്പോൾ മാത്രം. അവൻ്റെ ഇടത് കവിളിൽ ഒരു മുറിവ് പോലെ. ഇടത് കവിളിൽ മുറിവ്. ആദിത്യൻ്റെ മനസ്സിൽ രവിയുടെ ഫയൽ തുറന്നു. ജയിലിലെ കലഹത്തിൽ അവൻ്റെ ഇടത് കവിളിൽ മുറിവേറ്റിരുന്നു. സർ, ഫോറൻസിക് ഓഫീസർ വീണ്ടും എത്തി. മൃതദേഹത്തിൻ്റെ നഖങ്ങൾക്കിടയിൽ ചർമ്മത്തിൻ്റെ ചെറിയ ഭാഗം കിട്ടിയിട്ടുണ്ട്. DNA ടെസ്റ്റ് അയച്ചിട്ടുണ്ട്. ആദിത്യൻ ഒരു നിമിഷം ചിന്തിച്ചു. അവൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൊലയാളി അടുത്തറിയുന്ന ആളായിരിക്കാം. അവൻ ദീപയുടെ അടുത്തേക്ക് വീണ്ടും നടന്നു. രവി നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ദീപ കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. ഒരാഴ്ച മുൻപ് ഒരു അന്യ നമ്പറിൽ നിന്ന് കോൾ വന്നു. അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. നിങ്ങൾ അത് രവിയാണെന്ന് കരുതിയോ? ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ആദിത്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ എന്തോ മറച്ചു വയ്ക്കുന്നു. അപ്പോഴാണ് കോൺസ്റ്റബിൾ ഓടിയെത്തിയത്. സർ, ഒരു വലിയ കാര്യം കിട്ടി. എന്താണ്? ബംഗ്ലാവിൻ്റെ ഗ്യാരേജിൽ ഒരു പഴയ കാറുണ്ട്. അത് രവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഒരു നിമിഷം എല്ലാവരും മിണ്ടാതായി. അവനിവിടെ വന്നിരുന്നു, വിനോദ് പറഞ്ഞു. അല്ലെങ്കിൽ ആദിത്യൻ പതുക്കെ പറഞ്ഞു. ആർക്കെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഗ്യാരേജിലേക്ക് നടന്നു. കാർ പൊടിയില്ലാതെ വൃത്തിയാക്കി. അടുത്തിടെ ഉപയോഗിച്ച പാടുകൾ. ഡ്രൈവർ സീറ്റിൽ ഒരു ചെറു കടലാസ്. അതിലെഴുതിയിരുന്നത്, ഇത് തുടക്കം മാത്രം. ആദിത്യൻ്റെ കണ്ണുകൾ കടുപ്പമായി. ഇതൊരു സാധാരണ പ്രതികാര കൊലപാതകമല്ല. ആർക്കെങ്കിലും അവനെ തന്നെ ഒരു കളിയിൽ കുടുക്കുകയാണ്. പിന്നിൽ നിന്ന് വിനോദിൻ്റെ ശബ്ദം. സർ, രവി ഇപ്പോൾ നഗരത്തിലില്ലെന്ന് വിവരം കിട്ടി. ഇന്നലെ രാത്രി തന്നെ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഒരു അപകടം. ആദിത്യൻ തിരിഞ്ഞു നിന്നു. അതെങ്കിൽ ആ നിഴൽ അതാരാണ്? മഴ പതുക്കെ നിൽക്കാൻ തുടങ്ങി. പക്ഷേ ആ വീട്ടിൽ മറഞ്ഞ മുഖം ഇപ്പോഴും ഉണ്ടായിരുന്നു. രവി ആശുപത്രിയിലാണെന്ന വിവരം എത്തിയ നിമിഷം തന്നെ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു. അപകടം സംഭവിച്ചത് എപ്പോഴാണ്? ആദിത്യൻ ചോദിച്ചു. ഇന്നലെ രാത്രി 9 മണിക്കാണ് സർ. അവൻ ഇപ്പോഴും ICUവിൽ. പുറത്തു വന്നിട്ടില്ലെന്ന് ആശുപത്രി രേഖകൾ പറയുന്നു. കൊലപാതകം നടന്നത് രാത്രി 10:30. അതായത് രവി നേരിട്ട് കൊല ചെയ്യാനാകില്ല. അപ്പോൾ ആരാണ് ഈ കളി കളിക്കുന്നത്? വിനോദ് ചോദിച്ചു. ആദിത്യൻ മിണ്ടാതിരുന്നു. അവൻ വീണ്ടും മുഴുവൻ വീട്ടിനകത്ത് ഒരു വട്ടം നടന്നു. ഹാളിലെ CCTV ക്യാമറയിലേക്ക് അവൻ്റെ കണ്ണുപോയി. ഈ ക്യാമറ പ്രവർത്തിച്ചില്ലേ? സർ, മഴ കാരണം പവർ ഫ്ലക്ച്വേഷൻ.
റെക്കോർഡിംഗ് 10 മണിക്ക് മുമ്പ് സ്റ്റോപ്പായി. സൂക്ഷ്മമായ പ്ലാനിംഗ്. കൃത്യമായി സമയം നോക്കി. അവൻ ദീപയെയും അർജുനെയും ഒരുമിച്ചിരുത്തി. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മറച്ചു വെക്കുകയാണോ? അർജുൻ തലകുലുക്കി. പക്ഷെ ദീപയുടെ കൈകൾ വിറയ്ക്കുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചു. രഘുനാഥിന് അടുത്തിടെ ആരുമായെങ്കിലും തർക്കമുണ്ടായിരുന്നോ? ദീപ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, അവൻ തൻ്റെ വില്ലിൽ മാറ്റം വരുത്തിയിരുന്നു. എന്തു മാറ്റം? എല്ലാ സ്വത്തും അർജുനൻ്റെ പേരിൽ. അത് കേട്ട് അർജുൻ ഞെട്ടി അമ്മയെ നോക്കി. എനിക്കതറിയില്ല. ആദിത്യൻ്റെ കണ്ണുകൾ ചുരുങ്ങി. മോട്ടീവ് പണം, സ്വത്ത് എന്നിവയായിരിക്കാം. വില്ലിൻ്റെ കോപ്പി എവിടെയാണ്? അവൻ്റെ സ്റ്റഡി റൂമിൽ. അവൻ ഉടൻ സ്റ്റഡി റൂമിലേക്ക് നടന്നു. മുറി വൃത്തിയായിരുന്നു, പക്ഷേ ഡ്രോയറുകൾ അല്പം തുറന്ന നിലയിൽ. വിൽ ഫയൽ ഇല്ല. ആരെങ്കിലും ഇതെടുത്തിട്ടുണ്ടോ? അതേസമയം മേശയുടെ താഴെ വീണ് കിടന്ന ഒരു ചെറിയ മെമ്മറി കാർഡ് ശ്രദ്ധയിൽപ്പെട്ടു. ആദിത്യൻ അതെടുത്തു. ഇത് CCTVയുടേതല്ല സർ. ടെക്നിക്കൽ ടീം പരിശോധിച്ച് പറഞ്ഞു. ഇതൊരു ഹിഡൻ ക്യാമറയുടെ മെമ്മറി കാർഡാണ്. വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിൽ കാണുന്നത് രഘുനാഥ് ആരുമായോ സംസാരിക്കുന്നു. ആ വ്യക്തിയുടെ മുഖം കാണുന്നില്ല, പിന്നിൽ നിന്ന് മാത്രം. നീ എന്നെ വഞ്ചിച്ചു. രഘുനാഥിൻ്റെ ശബ്ദം. സത്യം പുറത്തു വന്നാൽ എല്ലാം നശിക്കും. മറുപടി ശബ്ദം. അത് കേട്ട് ആദിത്യൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നു. ആ ശബ്ദം അത് രവിയുടേതല്ല, അത് വീട്ടിനകത്തുള്ള മറ്റൊരാളുടേതായിരുന്നു. വീഡിയോ പെട്ടെന്ന് കട്ടായി. അടുത്ത ഫ്രെയിമിൽ സംഘർഷം. ക്യാമറ വീണുപോയ ശബ്ദം. ആദിത്യൻ പതുക്കെ തിരിഞ്ഞു ദീപയെയും അർജുനെയും നോക്കി. ഈ ശബ്ദം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ദീപയുടെ മുഖം നിറം കെട്ടു. അർജുൻ പതുക്കെ പറഞ്ഞു, അത് അച്ഛൻ്റെ സ്വകാര്യ സെക്രട്ടറി മഹേഷ്. മഹേഷ് കഴിഞ്ഞ 12 വർഷമായി രഘുനാഥിനൊപ്പം, കുടുംബത്തിൻ്റെ വിശ്വസ്തൻ. അവനിപ്പോൾ എവിടെയാണ്? ആദിത്യൻ ചോദിച്ചു. ഇന്നലെ രാത്രി മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിനോദ് മറുപടി നൽകി. അവസാനം കേസിൻ്റെ ആദ്യ വലിയ സത്യം പുറത്തു വന്നു. ഇത് പുറത്തു നിന്നുള്ള ആക്രമണമല്ല, ഇത് വീട്ടിനകത്തു തന്നെ നടന്ന വഞ്ചന. പക്ഷേ മെമ്മറി കാർഡിൽ അവസാന ഫ്രെയിമിൽ ഒരു ചെറിയ പ്രതിബിംബം. കണ്ണാടിയിൽ പതിഞ്ഞ ഒരു മുഖം. ആദിത്യൻ സൂക്ഷിച്ചു നോക്കി. അത് മഹേഷിൻ്റെ മുഖമല്ല, അവിടെ മൂന്നാമത്തെ ഒരാൾ ഉണ്ടായിരുന്നു. മെമ്മറി കാർഡിലെ വീഡിയോ വീണ്ടും പ്ലേ ചെയ്തു. സ്ക്രീൻ ഫ്രീസ് ചെയ്തു. കണ്ണാടിയിൽ പതിഞ്ഞ ആ മുഖം സൂം ചെയ്തു. ഇടത് കവിളിൽ ചെറുമുറിവ്. അർജുൻ മുകളിൽ കണ്ട നിഴലിൻ്റെ വിവരണം. ഇടത് കവിളിൽ മുറിവ്. പക്ഷെ അത് രവിയുടേതല്ല. ഫേഷ്യൽ എൻഹാൻസ്മെൻറ്റ് ചെയ്യൂ, ആദിത്യൻ നിർദ്ദേശിച്ചു. ചിത്രം വ്യക്തമായി. വിനോദ് ഞെട്ടി. സർ, ഇത് മഹേഷ് അല്ല, ഇത്... ആദിത്യൻ വാക്ക് പൂർത്തിയാക്കി. ഇത് രഘുനാഥിൻ്റെ ഡ്രൈവർ സുരേഷ്. കുടുംബത്തോടൊപ്പം 8 വർഷം, വിശ്വസ്തൻ, ശാന്ത സ്വഭാവി. അവൻ എവിടെയാണ് ഇപ്പോൾ? സർ, ഇന്നലെ മുതൽ കാണാനില്ല. ആദിത്യൻ ഉടൻ ഡ്രൈവറുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. വാതിൽ പൂട്ടിയിട്ടില്ല. അകത്ത് അലമാര തുറന്ന നിലയിൽ. വസ്ത്രങ്ങൾ പകുതി ഇല്ല. ടേബിളിൽ ഒരു ഫോട്ടോ. സുരേഷും മഹേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. ഇവർ തമ്മിൽ എന്ത് ബന്ധം? വിനോദ് ചോദിച്ചു. ആദിത്യൻ മിണ്ടാതെ ഫോട്ടോയുടെ പിന്നിൽ നോക്കി. അവിടെ എഴുതിയിരുന്നത് സത്യം ഒരിക്കൽ പുറത്തു വരും. അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് എത്തി. സർ, മൃതദേഹത്തിൻ്റെ നഖത്തിനടിയിൽ കിട്ടിയ ചർമ്മം സുരേഷിൻ്റേതാണ്. DNA മാച്ച്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. സുരേഷ് കൊലയാളി. പക്ഷേ മഹേഷ് എവിടെയാണ്? ആദിത്യൻ ചോദിച്ചു. അതേസമയം ഒരു ഫോൺ കോൾ. സാർ, നഗരത്തിന് പുറത്തുള്ള പഴയ ഗോഡൗണിൽ ഒരു മൃതദേഹം കണ്ടെത്തി. ആദിത്യൻ്റെ ഹൃദയം ഭാരമായി തോന്നി. അവിടെ എത്തുമ്പോൾ മഴ നിന്നിരുന്നു. പക്ഷെ വായുവിൽ വല്ലാത്ത ഭാരം. മൃതദേഹം തിരിച്ചറിഞ്ഞു. അത് മഹേഷിൻ്റേതായിരുന്നു. അവൻ്റെ ഇടത് കവിളിൽ ആ മുറിവില്ല. അതായത് വീഡിയോയിലെ മൂന്നാമത്തെ നിഴൽ മഹേഷ് ഇതിനകം കൊല്ലപ്പെട്ടിരുന്നു. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? വിനോദ് ചോദിച്ചു. ആദിത്യൻ പതുക്കെ പറഞ്ഞു. ഇത് ഒരാൾ മാത്രം ചെയ്ത കുറ്റമല്ല, ഇതൊരു പ്ലാൻഡ് ചെയിൻ റിയാക്ഷനാണ്. രഘുനാഥ് കൊല്ലപ്പെട്ടു, മഹേഷ് കൊല്ലപ്പെട്ടു, സുരേഷ് ഒളിവിൽ. പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ ഇപ്പോഴും നിഴലിൽ.
ഗോഡൌണിൻ്റെ മതിലിൽ ചോര കൊണ്ട് എഴുതിയിരുന്നത് അവൻ അടുത്തവനാണ്. ആദിത്യൻ്റെ മനസ്സിൽ ഒരേ ചോദ്യം മാത്രം. അടുത്തവൻ ആരാണ്? കുടുംബാംഗമാണോ? അല്ലെങ്കിൽ അവൻ തന്നെയോ തെറ്റായ ദിശയിൽ നോക്കുന്നത്? അവൻ അടുത്തവനാണ്. ഗോഡൌണിലെ മതിലിൽ ചോര കൊണ്ട് എഴുതിയിരുന്ന ആ വാക്കുകൾ ആദിത്യൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. രഘുനാഥ്, മഹേഷ്, ഇപ്പോൾ സുരേഷ് ഒളിവിൽ. പക്ഷേ ഇവരെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വാക്ക് വിശ്വാസം. സർ, ഒരു പ്രധാന കാര്യം കിട്ടി, വിനോദ് പറഞ്ഞു. എന്താണ്? മഹേഷിൻ്റെ ഫോൺ റിക്കവറി ചെയ്തു. അവസാന കോൾ ദീപ മാഡത്തിൻ്റെതാണ്. ആദിത്യൻ നിശബ്ദനായി നിന്നു. എപ്പോഴാണ്? കൊലപാതകത്തിന് അരമണിക്കൂർ മുമ്പ്. ബംഗ്ലാവിലേക്ക് മടങ്ങുമ്പോൾ ആദിത്യൻ്റെ മനസ്സിൽ ഒരു സംശയം ശക്തമായി. ദീപ, അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത എന്തോ വലിയ സത്യമുണ്ടായിരുന്നു. മഹേഷിനെ നിങ്ങൾ എന്തിനു വിളിച്ചു? ആദിത്യൻ നേരിട്ട് ചോദിച്ചു. ദീപയുടെ മുഖം വെണ്മയായി. അത് ഒരു ചെറിയ ഫിനാൻഷ്യൽ കാര്യത്തിനായി. കൊലപാതകത്തിന് 30 മിനിറ്റ് മുമ്പ്. അവൾ മിണ്ടാതെയിരുന്നു. അർജുൻ അമ്മയെ നോക്കി. അമ്മ, എന്താണ് നടക്കുന്നത്? ആദിത്യൻ സ്റ്റഡി റൂമിലേക്ക് വീണ്ടും നടന്നു. അവൻ മതിലിൽ തൂങ്ങിയിരുന്ന കുടുംബ ഫോട്ടോ ശ്രദ്ധിച്ചു. രഘുനാഥ്, ദീപ, അർജുൻ. പിന്നിൽ അല്പം മറഞ്ഞു നിൽക്കുന്ന ഒരാൾ, സുരേഷ്. ആ ഫോട്ടോയിലെ ദീപയുടെ ദൃഷ്ടി രഘുനാഥിലല്ല, സുരേഷിലേക്കാണ്. വിനോദ്, ആദിത്യൻ പതുക്കെ പറഞ്ഞു. സുരേഷിൻ്റെയും ദീപയുടെയും കോളുകൾ ട്രാക്ക് ചെയ്യൂ. റിപ്പോർട്ട് എത്തി. കഴിഞ്ഞ 6 മാസമായി ഇരുവരും നിരന്തരം സംസാരിച്ചു. രാത്രി സമയങ്ങളിൽ. ആദിത്യൻ ദീപയെ വീണ്ടും നേരിട്ടു. സുരേഷുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? ദീപയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അതൊരു തെറ്റായ ബന്ധമായിരുന്നു. അർജുൻ ഞെട്ടി. അമ്മ! സത്യം പുറത്തു വന്നു. ദീപയും സുരേഷും രഹസ്യബന്ധത്തിൽ. രഘുനാഥ് അതറിഞ്ഞിരുന്നു. അതിനാലാണ് വില്ലിൽ മാറ്റം വരുത്തിയത്. സുരേഷിനെ പുറത്താക്കാനായിരുന്നു തീരുമാനം. അതായത് നിങ്ങൾക്കും സുരേഷിനും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു, ആദിത്യൻ പറഞ്ഞു. ഇല്ല, ഞാൻ കൊല ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ദീപ നിലവിളിച്ചു. പക്ഷേ നിങ്ങൾ മഹേഷിനെ വിളിച്ചതെന്തിന്? ദീപ വിറച്ചു. രഘുനാഥ് മഹേഷിനോട് പറഞ്ഞിരുന്നു സുരേഷിനെതിരെ തെളിവുകളുണ്ടെന്ന്. അത് എനിക്കറിയാൻ. അതേസമയം കോൺസ്റ്റബിൾ ഓടിയെത്തി. സർ, സുരേഷിൻ്റെ കാർ നഗരത്തിന് പുറത്തുള്ള ഒരു കാട്ടുപ്രദേശത്ത് കണ്ടു. ആദിത്യൻ്റെ കണ്ണുകൾ കത്തി. പോയി പിടിക്കാം. കാട്ടിനകത്ത് പോലീസ് വാഹനങ്ങൾ ചുറ്റി. ഒരു ചെറിയ കുടിലിൽ ലൈറ്റ്. അവൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് സുരേഷ്. അവൻ്റെ ഇടത് കവിളിൽ മുറിവ് വ്യക്തം. നീ ഓടി രക്ഷപ്പെടാനാവില്ല, ആദിത്യൻ പറഞ്ഞു. സുരേഷ് ചിരിച്ചു. നിങ്ങൾക്ക് ഇതുവരെ മുഴുവൻ സത്യം അറിയില്ല ഇൻസ്പെക്ടർ. രഘുനാഥിനെ നീ കൊന്നു. അതെ, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല. ആദിത്യൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നു. ആരാണ്? സുരേഷ് പതുക്കെ പറഞ്ഞു. അവൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. ആ വാക്കുകൾ കേട്ട് ആദിത്യൻ നിശ്ചലമായി. അവൻ പറഞ്ഞ അവൻ ആരാണ്? ദീപയോ, അർജുനോ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനകത്തുള്ള മറ്റാരോ? കാട്ടിലെ ആ കുടിലിൽ സുരേഷിൻ്റെ വാക്കുകൾ ഇപ്പോഴും വായുവിൽ തങ്ങി നിന്നു. അവൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. ആദിത്യൻ്റെ കണ്ണുകൾ പതുക്കെ സംഘത്തെ നിരീക്ഷിച്ചു. വിനോദ്, 2 കോൺസ്റ്റബിളുകൾ, ഫോറൻസിക് ഓഫീസർ. എല്ലാവരും ആശ്ചര്യത്തോടെ സുരേഷിനെ നോക്കുകയാണ്. ആരാണവൻ? ആദിത്യൻ ശബ്ദം കടുപ്പിച്ചു. സുരേഷ് ചിരിച്ചു. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും നിങ്ങൾക്ക് ഏറ്റവും അടുത്തവനെ നിങ്ങൾ സംശയിക്കില്ല ഇൻസ്പെക്ടർ. സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദിത്യൻ്റെ മനസ്സിലൊരു ചിന്ത. ആദ്യ ദിവസം മുതൽ തന്നെ ആരോ അന്വേഷണം തെറ്റായ ദിശയിൽ നയിക്കുകയായിരുന്നു. CCTV തകരാർ, രവിയുടെ കാർ ഗാരേജിൽ, ഗോഡൌണിലെ മൃതദേഹം. ഇതെല്ലാം വളരെ കൃത്യമായ സമയക്രമത്തിൽ. സ്റ്റേഷനിലെത്തി സുരേഷിനെ ചോദ്യം ചെയ്തു. നീ പറഞ്ഞ അവൻ ആരാണ്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, സുരേഷ് പറഞ്ഞു. പറയൂ. സുരേഷ് നേരെ നോക്കി. നിങ്ങളുടെ കോൺസ്റ്റബിൾ വിനോദ്. മുറിയിൽ ഒരു നിമിഷം നിശബ്ദം. അസംബന്ധം, വിനോദ് വിളിച്ചു പറഞ്ഞു. ആദിത്യൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. തെളിവ്? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. സുരേഷ് പറഞ്ഞു.
മഹേഷിനെ കൊല്ലാൻ സഹായിച്ചത് അവൻ. ഗോഡൌണിലേക്ക് മൃതദേഹം മാറ്റിയത് അവൻ. പോലീസ് ഇൻഫർമേഷൻ എല്ലാം എനിക്ക് ലഭിച്ചത് അവൻ വഴിയാണ്. വിനോദിൻ്റെ മുഖം ചുവന്നു. സർ, അവൻ കള്ളം പറയുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമല്ലേ? ആദിത്യൻ ശാന്തമായി വിനോദിനെ നോക്കി. നീ ഗോഡൌണിൻ്റെ ലൊക്കേഷൻ എങ്ങനെ അറിഞ്ഞു? വിനോദ് നിമിഷം മിണ്ടാതെ നിന്നു. അത് ഒരു ഇൻഫോമർ. എന്താണ് ഇൻഫോമറിൻ്റെ പേര്? ഉത്തരമില്ല. ആദിത്യൻ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു, വിനോദിൻ്റെ ഫോൺ കോളുകൾ പരിശോധിക്കൂ. റിപ്പോർട്ട് വന്നപ്പോൾ വിനോദിൻ്റെ ഫോൺ ലോഗിൽ സുരേഷിൻ്റെ നമ്പർ. അവസാന 10 ദിവസങ്ങളിൽ 18 കോളുകൾ. വിനോദിൻ്റെ കണ്ണുകൾ താഴ്ന്നു. സർ, ഞാൻ കൊല ചെയ്തിട്ടില്ല. പക്ഷേ ആദിത്യൻ ചോദിച്ചു. സുരേഷ് എനിക്ക് പണം വാഗ്ദാനം ചെയ്തു. രഘുനാഥ് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് കോപമുണ്ടായിരുന്നു. സത്യം പുറത്തു വന്നു. വിനോദ് വിവരങ്ങൾ ചോർത്തി. CCTV പവർ ഓഫ് ചെയ്യാൻ സഹായിച്ചു. ഗോഡൌണിൽ മൃതദേഹം മാറ്റാൻ സഹായിച്ചു. പക്ഷേ രഘുനാഥിനെ നേരിട്ട് ആരാണ് കുത്തിയത്? ആദിത്യൻ ചോദിച്ചു. സുരേഷ് തല ഉയർത്തി. ഞാൻ. എന്തിനാണ്? അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. എന്നെ കളിയാക്കി. ദീപയെ ഉപയോഗിച്ചു. എല്ലാം വ്യക്തമായി തോന്നി. പക്ഷേ ആദിത്യൻ്റെ മനസ്സിലൊരു സംശയം ഇപ്പോഴും. മഹേഷ് എന്തിനാണ് കൊല്ലപ്പെട്ടത്? സുരേഷ് ചിരിച്ചു. അത് എൻ്റെ തീരുമാനമല്ല. മുറിയിൽ വീണ്ടും നിശബ്ദം. അവനെ കൊന്നത് സുരേഷ് പതുക്കെ പറഞ്ഞു. ദീപ. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. ഇത് പ്രതികാരമോ അല്ലെങ്കിൽ സ്വാർത്ഥതയോ? സത്യം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. മഹേഷിനെ കൊന്നത് ദീപ. സുരേഷിൻ്റെ വാക്കുകൾ സ്റ്റേഷനിലെ വായുവിന് പോലും ഭാരമുണ്ടാക്കി. ദീപയെ വീണ്ടും ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. ഇത് സത്യമാണോ? ആദിത്യൻ ശാന്തമായി ചോദിച്ചു. ദീപയുടെ കണ്ണുകൾ ചുവന്നു. അവൻ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി, അവൾ പറഞ്ഞു. ആരാണ്? മഹേഷ്? അതെ. രഘുനാഥ് വില്ല് മാറ്റിയതും എൻ്റെ ബന്ധവും എല്ലാം അവൻ അറിഞ്ഞിരുന്നു. അവൻ പണം ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാം പുറത്തു വിടുമെന്ന് പറഞ്ഞു. അതിനാൽ നീ അവനെ കൊന്നു? ദീപ തല താഴ്ത്തി. ഞാൻ അവനെ കാണാൻ ഗോഡൌണിലേക്ക് പോയി. അവൻ എന്നെ അപമാനിച്ചു. കയ്യാങ്കളിയിൽ ഞാൻ അവനെ തള്ളിയപ്പോൾ അവൻ്റെ തല ഇരുമ്പിലിടിച്ചു. അത് അപകടമോ? ആദിത്യൻ ചോദിച്ചു. ദീപ കരഞ്ഞു. ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആദിത്യൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ മതിലിൽ എഴുതിയ അവൻ അടുത്തവനാണ് എന്ന് ആരാണ് എഴുതിയത്? ദീപ ഞെട്ടി. ഞാൻ ഒന്നും എഴുതിയില്ല. അതേസമയം ടെക്നിക്കൽ ടീം ഒരു പുതിയ തെളിവുമായി എത്തി. സാർ, മഹേഷിൻ്റെ ഫോണിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് കിട്ടി. ഓഡിയോ പ്ലേ ചെയ്തു. മഹേഷിൻ്റെ ശബ്ദം. നീ കരുതുന്നതിലും വലിയ കളിയാണിത്. രഘുനാഥ് മാത്രമല്ല ലക്ഷ്യം. പിന്നെ മറ്റൊരു ശബ്ദം. അത് ദീപയുടേതല്ല, അത് അർജുൻ്റേതായിരുന്നു. സ്റ്റേഷനിലേക്ക് അർജുനെ വിളിച്ചു വരുത്തി. നീ ഗോഡൌണിൽ പോയിരുന്നോ? ആദിത്യൻ ചോദിച്ചു. അർജുൻ മിണ്ടാതെയിരുന്നു. നീ മഹേഷുമായി സംസാരിച്ചു. ഓഡിയോയിൽ നിന്റെ ശബ്ദമുണ്ട്. അർജുൻ പതുക്കെ തല ഉയർത്തി. അതെ, ഞാൻ പോയി. എന്തിന്? അച്ഛന് എന്നെ ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു. എപ്പോഴും എന്നെ അപമാനിച്ചു. എനിക്ക് ഈ ബിസിനസ് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. അവൻ്റെ കണ്ണുകളിൽ അടങ്ങിയ കോപം തെളിഞ്ഞു. വില്ലിൽ മാറ്റം വരുത്തിയത് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു പരീക്ഷണം മാത്രമാണെന്നാണ്. പക്ഷേ അച്ഛനെല്ലാം മഹേഷിനോടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ? ആദിത്യൻ ചോദിച്ചു. ഞാൻ സുരേഷിനോട് പറഞ്ഞു, അച്ഛനെ ഭയപ്പെടുത്താൻ, കൊല്ലാനല്ല. മുറി വീണ്ടും നിശബ്ദം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി, അർജുൻ പറഞ്ഞു. മഹേഷ് എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അത് പുറത്തു വന്നാൽ ഞാനും അമ്മയും നശിക്കും. അതുകൊണ്ട്? ആദിത്യൻ ശബ്ദം കടുപ്പിച്ചു. അർജുൻ കണ്ണടച്ചു. ഗോഡൌണിൽ അമ്മയും മഹേഷും തർക്കിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ നിലത്തേക്ക് വീണു. ആ സമയം, അമ്മ പോയ സമയവും അവന് ശ്വാസമുണ്ടായിരുന്നു. ഞാനാണ് അവനെ ശ്വാസം മുട്ടിച്ചു കൊന്നത്. സത്യം മുഴുവൻ പുറത്തു വന്നു. രഘുനാഥിനെ കുത്തിയത് സുരേഷ്, വിവരങ്ങൾ ചോർത്തിയത് വിനോദ്, മഹേഷിൻ്റെ മരണത്തിൽ നേരിട്ട് പങ്കെടുത്തത് അർജുൻ, അപകടത്തെ മറച്ചു വച്ചത് ദീപ. ഒരു കുടുംബം സ്വാർത്ഥതയും കോപവും കൊണ്ട് തകർന്നുപോയി.
കേസിൻ്റെ അവസാന ദിവസം കോടതിയിൽ എല്ലാവരും നിശബ്ദം. സുരേഷ് കൊലക്കുറ്റം, വിനോദ് കുറ്റസഹായം, ദീപ തെളിവ് മറച്ചുവെക്കൽ, അർജുൻ മഹേഷിൻ്റെ കൊലപാതകം. ജഡ്ജി വിധി വായിച്ചു. ഒരു കുടുംബത്തിൻ്റെ പതനം ഔദ്യോഗികമായി രേഖപ്പെടുത്തി. കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദിത്യൻ മഴയിൽ നിന്നു. ആദ്യ ദിവസം തുടങ്ങിയ മഴ പോലെ ഇന്നും മഴ തുടർന്നുകൊണ്ടേയിരുന്നു. വിനോദ് കൊണ്ടുപോകുമ്പോൾ അവൻ ഒരിക്കൽ പിന്നോട്ട് നോക്കി. സർ, ഞാൻ തെറ്റ് ചെയ്തു. ആദിത്യൻ ശാന്തമായി മറുപടി നൽകി. കുറ്റം ഒരിക്കലും ഒരാൾ മാത്രം ചെയ്യുന്നില്ല. അതിന് കാരണമാകുന്നത് മനുഷ്യരുടെ ദൗർബല്യമാണ്. മംഗലത്ത് ബംഗ്ലാവ് ഇപ്പോൾ ശൂന്യം. മതിലുകളിൽ ഒരിക്കൽ മുഴങ്ങിയിരുന്ന ശബ്ദങ്ങൾ ഇല്ല. പക്ഷേ ആ വീട്ടിൽ ഒരു വാക്ക് എന്നും പതിഞ്ഞിരിക്കും, അവൻ. അത് ഒരാളെ സൂചിപ്പിച്ചില്ല, അത് ഓരോരുത്തരുടെയും ഉള്ളിലെ ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്.